ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോമി ഹബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടംപററി സ്റ്റൈലിൽ അതിമനോഹരമായി ഇന്റീരിയറോട് ചെയ്തെടുത്തിട്ടുള്ള ഈ വീടിന്റെ ഹോം ടൂർ ആണ്. ഈ വീടിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് പോകും മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള മനോഹര ഭവനങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഓൺ ചെയ്യാൻ മറക്കണ്ട. നമുക്കിപ്പോൾ ഈ സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടറിയാം. ഹലോ ഫ്രണ്ട്സ്, 6 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമോടെയുള്ള കണ്ടംപററി എലിവേഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ വീട്. ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ തന്നെ ഫുള്ളി സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ലുക്കിൽ വൈറ്റ് തീം കൊടുത്താണ് ഈ വീട് ഡിസൈൻ ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ വീടിന് നൽകിയിരിക്കുന്ന ഗേറ്റ് നോക്കിയാൽ GI ക്യൂബിൽ വുഡൻ തീമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തുകൊണ്ട് സ്ലൈഡിംഗ് ആയി ഓപ്പൺ ചെയ്യാവുന്ന തരത്തിലുള്ള ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് എലിവേഷനിൽ ഈ ഒരു ഗേറ്റും വീടിന് ഭംഗി കൊടുക്കുന്നുണ്ട്. വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് നോക്കുന്ന ടൈമിൽ നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് ഈ മുറ്റമൊക്കെ മനോഹരമാക്കിയിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ ഹൈലൈറ്റിംഗ് വാളായി തിരിച്ച് അവിടെ വുഡൻ പാറ്റേണിനുള്ള ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. മറുവശത്ത് ടെക്സ്ചർ പെയിന്റ് ആണ് ഹൈലൈറ്റിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ സെൻട്രലായി തന്നെ ഒരു ഓപ്പൺ സിറ്റൗട്ട് നൽകിയാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ്. വീടിന്റെ മെയിൻ ഡോറ് തേക്കിൽ തന്നെ ഡബിൾ ഡോറിൽ മോഡേൺ വർക്ക് കൊടുത്താണ് ഈ സിമ്പിൾ മോഡൽ ഡോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോറ് തുറന്നെത്തുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. അതിമനോഹരമായി ചെയ്തെടുത്തിട്ടുള്ളൊരു ലിവിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. നാച്ചുറൽ ലൈറ്റ് വളരെ അധികമായി തന്നെ ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ലിവിംഗിൽ തന്നെയാണ് TV യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. ഡോറിനോട് ചേർന്ന് 7 സീറ്റർ കോർണർ സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫർണിച്ചർ സെറ്റിംഗ് വീടിനകത്ത് മൊത്തത്തിൽ എക്സ്ട്രാ സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോഫയ്ക്ക് മാച്ചിങ് ആവുന്ന തരത്തിൽ തന്നെ ഒരു സ്റ്റോറേജോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് ഈ ലിവിംഗ് സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ TV യൂണിറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് മറൈൻ പ്ലേ ആണ്. വൈറ്റ് കളർ തീം കൊടുത്ത് വളരെ സിമ്പിളായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള കബോർഡും ഈ TV യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സീലിംഗ് വരെ വാൾ പാനലിംഗും കൊടുത്ത് ഈ ഒരു TV യൂണിറ്റ് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ടോപ്പ് കൊടുത്ത് അതിൽ സ്പോട്ട് ലൈറ്റും കൊടുത്താണ് ഈ ഒരു TV യൂണിറ്റ് മൊത്തത്തിൽ മനോഹരമാക്കി എടുത്തിട്ടുള്ളത്. ലിവിംഗിൽ നൽകിയിരിക്കുന്ന സീലിംഗ് ആണ് മറ്റൊരു അട്രാക്ഷൻ.
സീലിംഗിൽ ജിപ്സം യൂസ് ചെയ്ത് ഒരു ബോക്സ് രീതിയിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് നല്ല രീതിയിൽ തന്നെ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് അട്രാക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് ഒരു പാർട്ടീഷൻ വാൾ കൊടുത്താണ് ഇവിടുത്തെ ഡൈനിങ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ തന്നെ സ്റ്റോറേജ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ഫ്ലോറിങ്ങിന് മാച്ചിങ് ആയി വുഡൻ വൈറ്റ് തീമിലാണ് ഇന്റീരിയർ വർക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ഡൈനിങ്ങിലേക്ക് വന്നാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇത്. ഇവിടെയും മനോഹരമായി തന്നെ ഡൈനിങ് ടേബിളിനോട് സാമ്യമാവും വിധം സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഇവിടുത്തെ അട്രാക്ഷനാണ്. തേക്കിൽ ഗ്ലാസ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാൻ പാകത്തിൽ ചെയറും ബെഞ്ചും ആണ് ഈ ഒരു ടേബിളിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ തന്നെ വളരെ ഒതുങ്ങിയാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഷ് ഏരിയ നോക്കുമ്പോൾ തന്നെ ലക്ഷറി ലുക്കാണ് ഈ ഒരു വാഷ് ഏരിയക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വാഷ് ഏരിയക്ക് നൽകിയിരിക്കുന്ന ഡിസൈനാണ് ഈ ഒരു വാഷ് ഏരിയക്ക് ലക്ഷറി ലുക്ക് തന്നെ കൊണ്ടുവരുന്നത്. ഈ ഒരു വാഷ് കൗണ്ടറിന് ചുറ്റുമുള്ള വാളുകൾക്ക് കൊടുത്തിരിക്കുന്ന ഡിസൈൻ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. കണ്ടാൽ ഗ്ലാഡിംഗ് ടൈലാണെന്ന് തോന്നുന്ന വിധമുള്ള ടെക്സ്ചർ പെയിന്റാണ് ഒരു വാളിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു കൗണ്ടറിന് മുകളിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് സീലിംഗും ചെയ്തിട്ടുണ്ട്. ഒപ്പം വലിയൊരു മിററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ഇവിടത്തേക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. കൗണ്ടറിന് ചുറ്റുമുള്ള മറ്റ് 2 വാളുകൾക്കും വാൾ ടൈലുകളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് കൊടുത്ത് വൈറ്റ് വാഷ് ബേസിനും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഈ ഒരു ഡൈനിങ് സ്പേസിൽ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന് താഴെയായി ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഈ വാഷ് ഏരിയയ്ക്ക് അടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ ഡോറ് ഗ്ലാസ് ഡോർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. പാർഷ്യലി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് വലുതൊന്നുമല്ലാത്ത എന്നാൽ സ്പേസ് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു കിച്ചനാണിത്. വൈറ്റ് തീം കളർ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞു കിച്ചനെ വലിയ സ്പേസ് ആയിട്ട് തന്നെ തോന്നിക്കുന്നുണ്ട്. കിച്ചണിലെ ഫ്ലോറിങ്ങിൽ വുഡൻ കളറിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ്ങും കബോർഡുകളും മാച്ചാവുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സി ഷേപ്പ് കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ടോപ്പാണ് യൂസ് ആക്കിയിട്ടുള്ളത്.
വളരെയധികം സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് കബോർഡുകളെല്ലാം കൊടുത്താണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്പേസ് സേവിങ്ങിന് വേണ്ടിയിട്ട് ടോൾ യൂണിറ്റും ഈ ഒരു കബോർഡിൽ യൂസ് ആക്കിയിട്ടുണ്ട്. ഈസി ഹാൻഡിലായിട്ടുള്ള കബോർഡുകൾക്ക് SS-ലുള്ള ഹാൻഡിൽ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചനും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ സിംഗിൾ കൗണ്ടർ ടോപ്പാണ് ഈ ഒരു കിച്ചന് നൽകിയിരിക്കുന്നത്. ഈ വർക്കിംഗ് കിച്ചണിലാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമുമാണ് ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം എന്തായിരുന്നാലും മാസ്റ്റർ ബെഡ്റൂം കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡൻ ലാമിനേഷനിൽ വൈറ്റ് ഡിസൈനോട് കൂടി ചെയ്തിരിക്കുന്ന ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സൗകര്യം ഈ ഒരു വാർഡ്രോബിനും ഡ്രസ്സിംഗ് യൂണിറ്റിനുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വാർഡ്രോബിന് മാച്ച് ആവുന്ന വിധം തന്നെയാണ് ഇവിടുത്തെ ഹെഡ് ബോർഡും കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് തന്നെ ഈ ബെഡിന് 2 ഭാഗത്തുമായിട്ട് സൈഡ് ടേബിളൊക്കെ കൊടുത്താണ് ഈ ഒരു ബെഡ് സ്പേസ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഹെഡ് ബോർഡിന് അട്രാക്ഷൻ കൊണ്ടുവരാൻ വാളിന് ഡിഫറെന്റ് കളർ പെയിന്റ് വർക്കും ചെയ്തിരിക്കുന്നു. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറ് ഫൈബറിൽ തന്നെ വെർട്ടിക്കൽ പാറ്റേണിൽ വരുന്നൊരു വർക്ക് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബാത്റൂം നോക്കുമ്പോൾ വാൾ ബൗണ്ട് വാഷ് ബേസിനും കൺസീൽഡ് ആയിട്ടുള്ള WCയും ഡ്രൈ വെറ്റ് തിരിച്ചിട്ടാണ് ഈ ഒരു ബാത്റൂം അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. അതും ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് റൂമിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ റൂം കാണുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം. ബെഡ്റൂമുകൾക്കെല്ലാം കോർഡിനേഷൻ കൊടുത്ത് ഒരേ പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ലാമിനേഷൻ ചെയ്തുകൊണ്ട് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാളിന് ഡിഫറെന്റ് കളറിലുള്ളൊരു പെയിന്റ് വർക്കും കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേൺ വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിനും നൽകിയിരിക്കുന്നത്. വാർഡ്രോബിന് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു. ഈ ഒരു റൂമിലേക്ക് നോക്കുമ്പോൾ ക്രോസ് വെന്റിലേഷനാണ് ഈ ഒരു റൂമിലേക്ക് കൊടുത്തിട്ടുള്ളത്.
റൂമിന്റെ ബാത്റൂമിന് സെയിം ഫൈബർ ഡോർ കൊടുത്ത് ഒരേപോലെ തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ആക്കിയിട്ടുള്ള ടൈലുകൾക്ക് മാത്രമേ ഒരു കളർ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബാത്റൂമിൽ ഡ്രൈ വെറ്റ് ഒന്നും തിരിച്ചിട്ടില്ല. ഇനി നമുക്ക് കാണാനുള്ളത് അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ്. അവിടെയാണ് ഒരു ബെഡ്റൂമും. അപ്പൊ മുകളിൽ കയറുന്നതിന് മുമ്പായി ഇവിടുത്തെ സ്റ്റെയർ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ടഫന്റെ ഗ്ലാസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ ഒരു സ്റ്റെയർ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വർക്കിന് മാച്ചാവും വിധം തന്നെയാണ് ഇതിന്റെ ഹാൻഡ് പ്രൊഫൈലും കൊടുത്തിട്ടുള്ളത്. തേക്കിലാണ് ഹാൻഡ് പ്രൊഫൈൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെപ്പുകൾക്ക് വിരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. കൂടാതെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റിൽ ഒരു വാളും ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായി പെർഗോള കൊടുത്ത് ഗ്ലാസ് ടോപ്പും നൽകിയിരിക്കുന്നു. താഴെ ഡൈനിങ്ങിൽ നിന്നും നമ്മൾ ഈ സ്റ്റെയർ കയറി വരുമ്പോഴുമുള്ള മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടിരിക്കുന്ന ഒരു വാള് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്, പക്ഷെ ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ് ഇവിടത്തേക്ക്. മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ ഇവിടുത്തെ ആ ഒരു അട്രാക്ഷൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും പെർഗോളയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റും ഈ ഒരു സ്റ്റെയർ കേസിന് മൊത്തത്തിലൊരു ഭയങ്കര ഒരു ലൈറ്റിനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്കൊരു ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു സ്പേസിലേക്ക് ഒരു സോഫ ചെയർ ആണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. നിറയെ വിൻഡോസ് കൊടുത്തിരിക്കുന്ന ഈ ഒരു അപ്സ്റ്റെയർ ലിവിംഗ് സ്പേസിന് ഒരുപാട് വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ സീലിംഗിൽ നിന്നും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്കുള്ള ലാസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ താഴെ കണ്ട 2 ബെഡ്റൂം പോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല വലുത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. സെയിം ഡിസൈനിങ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. ഹൈലൈറ്റിംഗ് വാളിന് മാത്രം ഡിഫറെന്റ് കളർ ഒരു പെയിന്റും യൂസ് ആക്കിയിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ വാർഡ്രോബും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാർഡ്രോബിന് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഒരു വർക്ക് ടേബിളോ ആയിട്ട് യൂസ് ആക്കാൻ പാകത്തിനുള്ള ഒരു ടേബിളാണ് അതിനോട് ചേർന്ന് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് കൂടി ഈ റൂമിന് കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ബാത്റൂമും സെയിം ഡിസൈനിൽ തന്നെ ചെയ്തിരിക്കുന്നു. ടൈലുകൾക്ക് മാത്രം കളർ ചേഞ്ചും കൊണ്ടുവന്നിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടതുപോലെ ഇവിടെ വെറ്റും ഡ്രൈയും തിരിച്ചിട്ടുണ്ട്. ഫൈനലി ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസിൽ ഒരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു ഓപ്പൺ ടെറസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഒരു വാഷ് ബേസിനും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1800 സ്ക്വയർ ഫീറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വീടിന്റെ പുറത്തതും അകത്തതുമായിട്ടുള്ള കാഴ്ചകൾ. അപ്പം നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഏതൊരു പോർഷനാണ് ഏറ്റവും കൂടുതലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടനും അമർത്തിക്കോളൂ. അപ്പം മറ്റൊരു വീടിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്താം. അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഓക്കെ, ബൈ ബൈ.